നമസ്കാരം. ട്രംപിന്റെ തലയെടുക്കുവാനുള്ള യുദ്ധമെന്ന് ഇറാൻ പട. അമേരിക്കയ്ക്ക് നുള്ളിപ്പറക്കിയെടുക്കുവാൻ ട്രംപിന്റെ ശരീരം. യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുസൂചനയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് നാൾക്കുനാൾ പൊറുതിമുട്ടിപ്പോകുന്നത് ലോകമാണ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കർശന മുന്നറിയിപ്പുമായിട്ട് ഇറാൻ എത്തിയിരിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ അമേരിക്ക അലംഭാവം കാണിച്ചാൽ സ്ഥിതിഗതികൾ വഷളാകുമെന്ന ശക്തമായിട്ടുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് ഇറാൻ. നയതന്ത്ര വഴികളിലൂടെ പരിഹാരം കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആവർത്തിക്കുമ്പോഴും ധാരണാപത്രം പാലിച്ചില്ലെങ്കിൽ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന തങ്ങളുടെ ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയെ വെല്ലുവിളിച്ച് യുദ്ധം ഇനി ഉണ്ടായാൽ അത് ട്രംപിന്റെ അന്ത്യമായിരിക്കുമെന്ന് പറഞ്ഞു വെക്കാൻ ഇറാൻ പട മടിക്കുന്നില്ല എന്നുള്ളതാണ്. പേർഷ്യൻ ഗൾഫിലെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ അമേരിക്കയ്ക്ക് അന്ത്യശാസനവുമായിട്ട് ഇറാൻ രംഗത്തെത്തുമ്പോൾ അടുത്തിടെ ഒപ്പുവെച്ച 14 പോയിന്റ് ധാരണാപത്രം അട്ടിമറിക്കപ്പെട്ടാൽ സൈനിക തിരിച്ചടിക്ക് മടിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ മുൻഗണന നൽകുന്നുണ്ടെങ്കിലും ധാരണകൾ ലംഘിക്കപ്പെട്ടാൽ യുദ്ധത്തിന് പോലും തയ്യാറാണ് എന്ന പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ദോഹയിൽ അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് മധ്യസ്ഥർ വഴി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഗാലിബാഫിന്റെ ഈ കടുത്ത പരാമർശമെന്ന് പറയപ്പെടുന്നത്. ഉപരോധങ്ങൾ നീക്കിയതിനു ശേഷം എണ്ണ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായതായിട്ട് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും ഒരു ഘട്ടത്തിൽ 1 ബാരൽ എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് 40 ദശലക്ഷം ബാരലിലേക്കുള്ള ഈ വളർച്ച ധാരണാപത്രത്തിന്റെ വലിയ വിജയമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എണ്ണ കയറ്റുമതി അത് തടയുന്ന നാവിക ഉപരോധം മറികടന്ന് രാജ്യത്തിന് വലിയൊരു നേട്ടമുണ്ടായിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ദോഹയിൽ ഉണ്ടെങ്കിലും അമേരിക്കൻ പ്രതിനിധി സംഘവുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾക്ക് നിലവിൽ പദ്ധതിയില്ല എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. മധ്യസ്ഥർ മുഖേനയുള്ള ആശയവിനിമയം അത് മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് എന്നും ഖത്തർ പ്രധാനമന്ത്രി ഇരുവിഭാഗവുമായിട്ട് ചർച്ചകൾ നടത്തി വരികയാണെന്നും പറയപ്പെടുന്നു. നയതന്ത്ര വഴികളിലൂടെ പരിഹാരം കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ആവർത്തിക്കുമ്പോഴും കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ അമേരിക്ക അലംഭാവം കാണിച്ചാൽ സ്ഥിതിഗതികൾ വഷളാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മേഖലയിൽ സമാധാനം നിലനിർത്തുവാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ തുടരുമ്പോഴും ഇറാൻ ഉയർത്തുന്ന ഈ ഭീഷണി പേർഷ്യൻ ഗൾഫിൽ വലിയൊരു സൈനിക സംഘർഷത്തിന്റെ സാധ്യതകൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. നയതന്ത്ര ചർച്ചകൾ ഫലം കാണുമോ അതോ മേഖല വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ അടക്കം. അതേസമയം അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവിന് വഴിയൊരുക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എത്തുന്നു. പരസ്പര ധാരണ എന്നത് ഇരുവശത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറായാൽ ഇറാനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ ഒരു പുതിയ സമവായത്തിനുള്ള സാധ്യതയാണ് ഇവിടെ തെളിയുന്നത്. അടിസ്ഥാനമില്ലാത്ത യുദ്ധഭീഷണികളെയും പ്രകോപനപരമായിട്ടുള്ള വെല്ലുവിളികളെയും തങ്ങൾ അതീവ വിവേകത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന് പെസഷ്കിയാൻ പറഞ്ഞു വെക്കുന്നു. വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനേക്കാൾ മനുഷ്യത്വത്തിലും യുക്തിയിലുമാണ് തങ്ങളുടെ ഭരണകൂടം വിശ്വസിക്കുന്നത് എന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങൾ ഉണ്ടായാൽ ഒട്ടും ഭയമില്ലാതെയും കരുത്തോടെയും പ്രതികരിക്കുവാൻ തങ്ങൾ ഒട്ടും മടിക്കില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള ഭാഷയിലുള്ള മുന്നറിയിപ്പ് നൽകുവാനും ഇറാൻ പ്രസിഡന്റ് മടിക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഉറപ്പുകളും കരാറുകളോടുള്ള ആത്മവിശ്വാസവും ആത്മാർത്ഥതയുമാണ് ഇറാൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ അമേരിക്ക തങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കണമെന്നാണ് ഇറാന്റെ നിലപാട് പോലും. പ്രതിരോധിക്കാൻ സമയം വരുമ്പോൾ പൂർണ്ണശക്തിയോടെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച പെസഷ്കിയാൻ അതേസമയം സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാനുള്ള വാതിലുകൾ അടച്ചിട്ടില്ല, അടഞ്ഞുപോയിട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച ഈ പ്രസ്താവന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ അവിശ്വാസത്തിന്റെ മതിലുകൾ തകർക്കുവാൻ പ്രസിഡന്റ് പെസഷ്കിയാന്റെ പുതിയ നിലപാട് സഹായിക്കുമോ അതോ പ്രത്യാഘാതങ്ങൾ നേരിടുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാനെ വീഴ്ത്താൻ നോക്കിയവർക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. മടങ്ങിപ്പോകുന്നത് തലയുയർത്തി തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലും ധാരണകളിലും കടുത്ത വഞ്ചന നേരിട്ടതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് ആരോപിക്കുമ്പോഴും ഒപ്പുവെച്ച കരാറുകൾ അട്ടിമറിച്ചും നയതന്ത്ര മര്യാദകൾ ലംഘിച്ചും അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഇറാനെ ശരിക്കും പ്രകോപിപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള അമേരിക്കൻ നടപടികൾക്ക് അർഹമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് അല്ലെങ്കിൽ അർഹമായിട്ടുള്ള മറുപടി നൽകുമെന്ന് തന്നെയാണ് ഇറാൻ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള പല തീരുമാനങ്ങളും ഇറാൻ പുലർത്തിയ മാന്യതയെ അമേരിക്ക മുതലെടുത്തതായിട്ടാണ് പുറത്തു വരുന്ന സൂചനകൾ തന്നെ. നയതന്ത്ര ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിട്ടും അവസാന നിമിഷം അമേരിക്ക സ്വീകരിച്ച നിലപാടുകൾ വലിയൊരു ചതിയായിട്ടാണ് ഇറാൻ കാണുന്നത് തന്നെ. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ അഭിമാനം അതൊട്ടും ചോർന്നു പോകാതെ തലയുയർത്തിപ്പിടിച്ച് തന്നെ തിരിച്ചെത്താൻ ഇറാനിയൻ പ്രതിനിധികൾക്ക് സാധിച്ചുവെന്നാണ് ആ രാജ്യം അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചുനിന്ന ഇറാൻ ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി മാറുകയാണ്. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉയർത്തി ഇറാനെ തളർത്താമെന്ന അമേരിക്കയുടെ മോഹം തൽക്കാലം നടപ്പിലാകുന്നില്ല.
ചതിയിലൂടെ ലഭിക്കുന്ന വിജയങ്ങൾ താൽക്കാലികമാണ് എന്നും ഇറാൻ അതിനെ അതിജീവിക്കുമെന്നും ഭരണകൂടം ഉറപ്പിച്ചു പറയുന്നു. നയതന്ത്ര തലത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കയുടെ ചതിപ്രയോഗങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ സ്വന്തം അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തളരാത്ത ഇറാന്റെ മനോവീര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ചർച്ചയാകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ട്രംപിന്റെ തലയെടുക്കുവാനുള്ള യുദ്ധമായിരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പട പ്രഖ്യാപിക്കുന്നത്. അമേരിക്കയ്ക്ക് അവസാനം നുള്ളിപ്പറക്കിയെടുക്കുവാൻ മാത്രമായി ട്രംപിന്റെ ശരീരം ബാക്കിയാകുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്.